എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു 70% IT പ്രൊഫഷണൽസ് ഉണ്ട്. ഇവരിലെല്ലാവരും സെയിം ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. മിക്കവാറും എല്ലാവരും നല്ല ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും ഏറ്റവും മിനിമം ഒരു 1 lakh സാലറി എന്ന് പറയാവുന്ന ഒരാൾക്കാർ. അങ്ങനെയുള്ള ആളുകളിൽ ഇവർക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യം, ഇവർ ഭയങ്കര ഹൈ പ്രൊഫൈൽ, അതായത് സീമിംഗ്ലി ഭയങ്കര ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ആളുകളാണ്. അത്യാവശ്യം നല്ല കാറ്, നല്ല ഫ്ലാറ്റ് അല്ലെങ്കിൽ നല്ല വീട്, ഇങ്ങനെ വെൽ സെറ്റിൽഡ് എന്ന് നമ്മൾ പറയുന്ന സൊസൈറ്റി കോൾ ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവർ തന്നെ പറയും, ഞാൻ ഫൈനാൻഷ്യലി സൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ സൗണ്ടാണ്, പക്ഷെ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് മിക്കവാറും തന്നെ വരുന്നത് എന്താ വെച്ചാൽ, ഇവർക്ക് ഇൻകം വരുന്നുണ്ടാവും, കുറേ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്തും പോകും. അപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല. വരുന്ന ഇൻകത്തിന് ഒരു കണക്കുണ്ടാവും, സ്പെൻഡിങ്ങിന് ഒരു കണക്കുണ്ടാവില്ല. അതായത് ഈ ദേ വന്നു ദാ പോയി ആ ലൈനായിരിക്കും. അപ്പം ഇവർക്ക് കുറേ ലൈബിലിറ്റീസ് കാര്യങ്ങളുണ്ടാവും, കുറേ കുട്ടികളുടെ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. അങ്ങനെ ഡിഫറെൻറ്റ് ചിലവുകൾ പല തരത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനൊരു കണക്കില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത്. കുറച്ച് വരുന്നു, കുറേ സ്പെൻഡ് ചെയ്യുന്നു, കുറച്ച് മിച്ചം വരുന്നു, അടുത്ത മാസം വരുമ്പോൾ വീണ്ടും ആ തുക എടുത്തിട്ട് ഡെഫിസിറ്റ് ആയി വരുമ്പം ഈ കഴിഞ്ഞ മാസം മിച്ചം വന്നതിനും കൂടെ എടുത്ത് സ്പെൻഡ് ആയി. റോളായിട്ട് പോയി. ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പ് വരുത്തേണ്ടതാണ്.